കേരളം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ആവേശ ചൂടോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്നുള്ളതിനുള്ള വിധിയെഴുത്താണ്. മങ്കട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള MLA-യുമായി കലഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KP അനിൽ പങ്കെടുക്കുകയാണ്. അനിൽ സഖാവേ, മങ്കട മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് 528 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് MLA-യുടെ അവകാശവാദം. അപ്പൊ ഇതിൽ വസ്തുതകളുണ്ട്. ഈ വസ്തുതകൾക്ക് അപ്പുറത്ത് ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാമോ? എനിക്ക് മങ്കടയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നാട്ടുകാരോട് ഇത്ര അധികം ദ്രോഹം ചെയ്ത ഒരു MLA കേരളത്തിൽ ഉണ്ടാവില്ല. അത് നാട്ടുകാരോടെന്ന് പറഞ്ഞാൽ മങ്കടക്കാരോട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഈ NH-66 കടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും ദ്രോഹിച്ച ഒരു MLA ആയിട്ടാണ് ഇപ്പൊ നിലവിലുള്ള MLA പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ 2006-11 കാലഘട്ടത്തിൽ LDF ഗവൺമെന്റ് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് റെയിൽവേ ക്രോസ് ഒഴിവാക്കുന്നതിന് വേണ്ടി, അതിന്റെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു. ആ MLA വന്നതിന് ശേഷം അതിന്റെ ഒരു പ്രവർത്തനത്തിനും മുന്നോട്ട് പോയില്ല. അത് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നെങ്കിൽ ഒരു പ്രയാസം കൂടാതെ ഈ പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം നഗരങ്ങളിലെ എല്ലാ ട്രാഫിക് തിരക്കും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങാടിപ്പുറത്തെ തിരക്ക് പാലത്തിന്റെ അവിടത്തെ മാത്രമല്ല, റെയിൽവേ ബ്രിഡ്ജിന്റെ അവിടെ മാത്രമല്ല, ഇപ്പുറത്തെ ജംഗ്ഷനിലും ബാധകമാണ്. അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതായി. അതിന് തുരങ്കം വെക്കുന്നതിന് നേതൃത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ MLA പിന്നീട് ചെയ്തത്. അന്ന് മന്ത്രി കൂടിയായിരുന്നു എന്നും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അത് വെച്ചുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാർ, എല്ലാ സാങ്കേതിക വ്യവസ്ഥകളും, ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ട്രാഫിക്, അതിന്റെ എല്ലാ ഘടകങ്ങളും പരിശോധിക്കുന്ന എല്ലാ സാങ്കേതിക വിദഗ്ധരും അവിടെ ഒരു മേൽപ്പാലം അപ്രായോഗികമാണ് എന്ന് വിധി എഴുതിയത് തന്റെ സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം താല്പര്യം, രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ആ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കിയത് മാത്രമല്ല, ആ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രചരണായുധമായിരുന്നു ഈ ഓവർബ്രിഡ്ജ് നിർമ്മിച്ചു എന്നുള്ളത്. എല്ലാ സാങ്കേതിക നിർദ്ദേശങ്ങളെയും തള്ളിക്കളഞ്ഞുണ്ടാക്കിയ സാധനം ഇന്ന് നാട്ടിനാകെ ശാപമായി മാറിയിരിക്കുകയാണ്. കുപ്പിക്കഴുത്ത് എന്ന പേരിലാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. ഈ ഓവർബ്രിഡ്ജിന്റെ 10ാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പൂർത്തിയാക്കപ്പെട്ടത്. മങ്കടയിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത പട്ടണം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയിലേക്ക് പോകും. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ സിറ്റിയിലേക്ക് രോഗികൾ എത്തുന്നതിനുള്ള വിഷമം, ഈ 10 വർഷത്തെ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അങ്ങാടിപ്പുറത്തിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ മനുഷ്യരും, അത് മങ്കട മണ്ഡലക്കാരൊന്നുമല്ല, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് സമ്മാനിച്ചത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ട്രാഫിക് ജാം, ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് റോട്ടിലേക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. 4 ആശുപത്രികളുണ്ട് ഈ പ്രദേശത്തെ, മേജർ ആശുപത്രികൾ. ആയിരക്കണക്കിന് രോഗികൾ വരുന്നത് ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുന്നു, ജീവാപായം ഉണ്ടാകുന്നു. ഇതെല്ലാം സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ MLA-ക്കാണ്. അവിടെ മാത്രം അവസാനിക്കുന്നില്ല. അതിനുശേഷം എന്നാൽ പിന്നീട് ഈ സാഹചര്യം ഉയർന്നു വന്നു. എന്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതാണ് പൊതുവെ കാണാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അസംബ്ലി പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എത്ര MLA-മാരുണ്ട്? നാട്ടിലെ ഏറ്റവും ജീവത്തായ പ്രശ്നത്തെ ഗവൺമെന്റിന് മുന്നിൽ മുഖ്യമന്ത്രിയെ കാണാൻ, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെ കാണാൻ ഒക്കെ മുൻകൈ എടുക്കും. ഒരുതരം തൻപ്രമാണിത്വത്തിന്റെ രീതി സ്വീകരിക്കുന്ന MLA തനിക്ക് നാട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല, തന്റെ തൻപ്രമാണിത്വം സംരക്ഷിക്കപ്പെടണം എന്ന നിലയിൽ കാര്യങ്ങൾ സമീപിച്ചതിന്റെ ഒരു ദുരന്ത ഫലം കൂടിയാണ് ഈ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ മണ്ഡലത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയമായിട്ട് കാണുന്നത് അതാണ്. ഏത് MLA ജയിച്ചാലും ഒരു സംശയവുമില്ലാതെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് അക്കാര്യത്തിലില്ല. അതാണ് ഒരു കാര്യം പറയുന്നത്. തുടങ്ങി വെച്ചത് ഈ 528 കോടി വികസനം, അതിന്റെ വസ്തുതകളും വസ്തുതക്ക് അപ്പുറമുള്ള
അറിവുകളുമാണ് നമുക്കിവിടെ ലഭിക്കുക. അല്ല, അത് വളരെ ഞാനിപ്പോ ഒരു കാര്യം ഈ MLA പിന്നെ വീടുകളിൽ കൊടുത്ത നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, രാജ്യമാകെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരു 528 കോടി രൂപയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനതിനെ മുഖവിലേക്ക് എടുക്കണം. അത് ശരി, അത്ര നടന്നിരിക്കുന്നു എന്ന മുഖവിലേക്ക്. ആ മുഖവിലേക്ക് എടുത്ത് പറഞ്ഞാൽ പോലും മലപ്പുറം ജില്ലയിലെ 16 MLA-മാർ, ആ 16 നിയോജക മണ്ഡലത്തിലെ കണക്ക് പരിശോധിച്ചാൽ, അത് MLA-മാർ ബോർഡ് വെച്ചതിന്റെ കണക്ക് മാത്രമല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അതിലേറ്റവും കുറഞ്ഞ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള മണ്ഡലമാണ് മങ്കട നിയോജകം. ഏറ്റവും കുറഞ്ഞ വികസന പ്രവർത്തനം. അപ്പൊ നമ്മളിപ്പോ ഇവരൊക്കെ എന്റെ കയ്യിലിപ്പോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അവര് പ്രസിദ്ധീകരിച്ച നോട്ടീസുകൾ കാണിക്കാം. 1016 കോടിയുടെ വികസന പ്രവർത്തനം നടന്നത് സംബന്ധിച്ചാണ് എറനാട് MLA പറയുന്നത്. വി.കെ. ബഷീർ പറയുന്നത്. ലീഗിന്റെ MLA ആണ്, UDF MLA ആണ്. അതുപോലെ തന്നെയാണ് എന്റെ കയ്യിൽ തന്നെയുണ്ട് കുണ്ടോട്ടി MLA-യുടെ പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് 1000 കോടിയിലേറെ നടന്ന വികസനം. ധാരാളം റോഡുകളൊക്കെ കിഫ്ബിയിൽ എനിക്ക് നേരിട്ട് ഞാൻ കുറച്ചു കാലം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കായിട്ട് ജോലി ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം MLA-മാർ എങ്ങനെയാണ് നാട്ടിലെ ജനങ്ങളെ മന്ത്രി ഓഫീസിൽ വരുന്നത്. അവരവരുടെ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നു. ഒരിക്കൽ പോലും ഇദ്ദേഹം അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിപ്പോ പറയാൻ എനിക്ക് അല്പം പ്രയാസമുണ്ടെങ്കിൽ അത് പറഞ്ഞു പോവാണ്. അപ്പോൾ ആ നിലയിൽ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന രീതി പൊതുവെ സ്വീകരിക്കാറുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് ലഭിച്ചിട്ടുണ്ട്. 2800 കോടി രൂപ വരെ വികസനം നടന്ന മണ്ഡലം മലപ്പുറം ജില്ലയിലുണ്ട്. 16 മണ്ഡലങ്ങളിൽ. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളിൽ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയ വികസന സമീപനത്തിന്റെ ഭാഗമായി ഒരു മണ്ഡലത്തിലും മാറ്റി നിർത്തുക എന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ തന്റെ മണ്ഡലത്തിന് നല്ലതുപോലെ കിട്ടുക എന്ന സമീപനം സ്വീകരിക്കാത്തതിന്റെ പ്രശ്നമാണ് മങ്കടയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് വലിയ നേട്ടമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ 528 കോടി എന്ന ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, ഇനി പറഞ്ഞത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എന്താ സ്ഥിതി, എന്താണ് MLA-യുടെ ഈ പറഞ്ഞ 528 കോടിയിൽ MLA-യുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നത് പരിശോധിച്ചാൽ വളരെ രസകരമാണ്. എത്ര ദയനീയമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിൽ ഒന്നാമത് അധ്യായം ചൂണ്ടിക്കാണിക്കുന്നത് 319 കോടിയുടെ രൂപയുടെ ജലജീവൻ മിഷന്റെ ഫണ്ട് ലഭ്യമാക്കിയത് സംബന്ധിച്ചാണ്. ജലജീവൻ മിഷൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. രാജ്യത്താകെ സമ്പൂർണ്ണ ശുദ്ധജല വിതരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതി. അപ്പോൾ ആ പദ്ധതിയുടെ 50% സംസ്ഥാന ഗവൺമെന്റ്, 50% കേന്ദ്ര ഗവൺമെന്റ്, ബാക്കിയുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനവും ഇതിന്റെ ഉപഭോക്താവും ഇങ്ങനെ വീതിച്ചെടുക്കണമെന്നാണ് തീരുമാനിച്ചത്. ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഇതിന്റെ കൺസ്യൂമറും പണം നീക്കിവെക്കേണ്ടെന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ഗവൺമെന്റ് 50% കഴിച്ച് മുഴുവൻ പണവും ആരെടുക്കുകയാണ്? സംസ്ഥാന ഗവൺമെന്റ് എടുക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി അതുമാത്രമല്ല, അങ്ങനെ എടുക്കുന്നതിനകത്ത് ഈ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയാണ്. അവർ ത്രികർഷ കരാർ ഒപ്പുവെക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇവർ ചേർന്ന് വെക്കുന്ന ത്രികക്ഷി കരാറാണ്. ഇതിന്റെ MLA ഇതിനകത്ത് എവിടെയും കടന്നു വരുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വികസന നേട്ടമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്. മറ്റൊന്ന്, ഈ കേരളത്തിൽ പൊതുവെ UDF സ്വീകരിച്ചു. അത് ഏറ്റവും വോയിസിഫറസ് ആയിട്ട് ഉന്നയിച്ച ഒരാളാണത് ഇവിടുത്തെ MLA കിഫ്ബി. അദ്ദേഹം വിശദീകരിച്ചത് കോത്താമ്പി എന്നാണ്. കോത്താമ്പി നമ്മുടെ നാളെ മലപ്പുറത്തേർ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കോത്താമ്പിയാണ് കിഫ്ബി. ഒന്നും നടക്കാത്ത ഇല്ലാത്തൊരു സാധനത്തെ പെരുപ്പിച്ചു പറയുന്നതിനാണ് കോത്താമ്പി വരുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ ഇല്ലാത്ത സ്ഥാപനം ഒരു കോത്താമ്പിയാണെന്ന് വിശേഷിച്ച MLA തന്റെ ഇതിനകത്ത് നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്ന ഏതാ? അദ്ദേഹം അതിന്റെ പ്രതിത്വം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാത്തൊരു സാധനമാണ് അതിൽ എഴുതി വെച്ച ഏതാ? അതിലൊന്നാണ് ഈ നമ്മുടെ കോളേജ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരു കോളേജ് ഉണ്ടാകണം എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് കോളേജുകൾ ആരംഭിച്ചത്. അതിനുവേണ്ടി നീക്കിവെച്ച പണം അദ്ദേഹത്തിന് എഴുതിയിരിക്കുക. അദ്ദേഹത്തിന്റെ ഫണ്ടാ? അത് കിഫ്ബി ഫണ്ടാണ്. തിരൂർക്കാടിൽ നിന്നും ആനക്കായം വരെ നീണ്ടു നിൽക്കുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പിലൂടെ കിഫ്ബിയുടെ ഫണ്ടാണ്. ഇതൊക്കെ അദ്ദേഹം അതിന്റെ പിതൃത്വം തനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇപ്പൊ നോട്ടീസിൽ വരികയാണ്. അത് കിഫ്ബി കോത്താമ്പി അല്ലേ, നടക്കാത്തതല്ലേ? അത് അദ്ദേഹത്തിന്റെ പിതൃത്വം അദ്ദേഹം അവകാശപ്പെടുകയാണ്. അതുപോലെ തന്നെ വളാഞ്ചേരിയിലേക്കുള്ള റോഡ്, അതിനുള്ള പിതൃത്വം അദ്ദേഹം അവകാശപ്പെടുകയാണ്. അപ്പോൾ
കിഫ്ബി എന്ന് പറയുന്നത് ഒരു കോത്താമ്പിയാണെന്ന് പറയുകയും അത് അദ്ദേഹത്തിന്റെ വികസന നേട്ടമായി പറയുകയാണ്. ഈ കിഫ്ബി എന്ന് പറയുന്നത് കേരളത്തിന് ഒരു 20-30 കൊല്ലം കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന പൊതുമരാമത്ത് വികസന പ്രവർത്തനങ്ങളായി. പൊതുമരാമത്ത് മാത്രമല്ല, അത് ഉടൻ പൂർത്തീകരിക്കുക എന്ന വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള വിഭവം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച ഒരു സമീപനാണ് അത്. അത് പോട്ടെ, അത് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന MLA ആണെങ്കിൽ തിരക്കിടില്ല. ഇത് ഞാനത് കോത്താമ്പിയാണ്, അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, അതിന്റെ പിന്നെ വാരിഷ് അവകാശി താനാണെന്ന് പറയുന്നത്. അത് മറ്റൊരു ഭാഗമാണ്. ഇനി വളരെ രസകരമായ കാര്യം, ഈ പിന്നെ നമ്മുടെ ഇവിടെ മിൽമ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അമൂർക്കനാട് മിൽമ പ്ലാന്റ് അതൊരു സഹകരണ സ്ഥാപനമല്ലേ? സംസ്ഥാന ഗവൺമെന്റിനോട് കൂടി വന്നില്ല. മറ്റേത് MLA ആണ്, സംസ്ഥാന ഗവൺമെന്റ് ആണ്, പഞ്ചായത്താന്നൊക്കെ പറയും. ഒരു സഹകരണ സ്ഥാപനം സ്ഥാപിച്ച എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിക്കുക? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ നടന്നിട്ടുള്ള കുറെ ലുലു, മറ്റേ നമ്മളെ സോണ ബേക്കറിയും പിന്നെ മറ്റേ ഗോൾഡും ഒക്കെ കണക്കിൽ എഴുതി വെക്കാമായിരുന്നു. അത്ര ഉത്പതിച്ച നിലവാരമാണ് അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവകാശവാദം എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ ഈ വികസന പ്രവർത്തനത്തിന്റെ ഈ 500 കോടി എന്ന് പറയട്ടെ, ഞാൻ മലപ്പുറത്തുകാരനാണ് യഥാർത്ഥത്തിൽ. പാലത്തിന്റെ അപ്പുറത്താണ്, മണ്ഡല മണ്ഡലത്തിന്റെ അപ്പുറത്ത്. അവിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മലപ്പുറം നഗരസഭാ ചെയർമാൻ വെച്ചൊരു ബോർഡിന്റെ ഓർമ്മയുണ്ട്. 319 കോടി രൂപ ആ മലപ്പുറം നഗരസഭയ്ക്ക് ആകെ മൊത്തത്തിൽ ചെലവഴിച്ചു എന്നാണ് ആരവകാശം. മുനിസിപ്പാലിറ്റിയിൽ. അപ്പോ ഈ ലീഗിന്റെ മുനിസിപ്പാലിറ്റി, ലീഗ് ഭരിച്ച മുനിസിപ്പാലിറ്റിയാ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിച്ച ഫണ്ട് അത് ഇവിടെ വ്യത്യാസം ഉണ്ടായില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്. ആരും നീക്കി വെച്ചിട്ടില്ല. അതുകൂടി ചേർത്തുകൊണ്ട് 300 അദ്ദേഹം ഈ ഒരു MLA 7 പഞ്ചായത്തിലുള്ള ഒരു പിന്നെ മണ്ഡലത്തില് ഒരു MLA പറയുന്നത് 500 കോടി, ഒരു മുനിസിപ്പാലിറ്റി പറയുന്നത് 310 കോടി. എത്രമാത്രം പൊള്ളത്തരം നിറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ ഈ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്നുള്ളത് അതിന്റെ ഭാഗമായി കാണാം. യഥാർത്ഥ പ്രശ്നം ഒരു MLA എങ്ങനെ ആയിരിക്കണം ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടേണ്ടതെന്ന് സംബന്ധിച്ച് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മണ്ഡലത്തിന്റെ സവിശേഷതകൾ കണ്ട് അത് മനസ്സിലാക്കി ഇടപെടുന്നതിന് ഒരു താല്പര്യവും കാണിക്കാത്ത, തന്റെ സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എക്കാലത്തും MLA ആകും എന്നൊരു ധാരണയോടുകൂടി പ്രവർത്തിക്കുന്ന തൻപ്രമാണിത്വത്തിന്റെ ഒരു പിന്നെ പ്രതീകമായിട്ടാണ് ആര് മാറിയിരിക്കുന്നത്, ഇവിടുത്തെ MLA മാറിയിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ വസ്തുത. ഇതിൽ ഞാൻ പരിശോധിക്കുമ്പോഴേ മങ്കട CHCക്ക് 12 കോടി, അത് കിഫ്ബി ആയിരിക്കുമല്ലേ? അതെ, അതും രസമാണ്. മങ്കട CHCക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുമായി ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യങ്ങൾ വരുന്നത്. എത്രമാത്രം പിന്നെ നിഷേധാത്മകമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. മങ്കട CHCയുടെ കാര്യം ദീർഘകാലമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ഈ മങ്കട CHCക്ക് പണം പാർട്ടി ഏരിയ കമ്മിറ്റി കൊടുത്ത, പാർട്ടി CPM ഏരിയ കമ്മിറ്റി കൊടുത്ത പിന്നെ മെമ്മോറാണ്ടത്തിന് മുകളിലാണ് തീരുമാനിക്കുന്നത്. മാത്രമല്ല നവകേരള സദസ്സ് ബഹിഷ്കരിച്ച ആളാണ് ഈ MLA. നവകേരള സദസ്സിൽ ഞാൻ പങ്കെടുക്കില്ല, അത് രാജ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞ ആളാണ്, അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ ആളാണ് MLA. അങ്ങനെയാണെങ്കിൽ സാമാന്യ മര്യാദക്ക് അതെങ്കിലും ഈ കണക്കിൽ എഴുതി വെക്കാതിരിക്കണ്ടേ? ഞാൻ ഈ കണക്കെല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അവകാശപ്പെടുന്ന ഈ പദ്ധതികളിൽ പിന്നെ 387 കോടി, അതായത് ഏതാണ്ട് പിന്നെ 100 കോടിയിലധികം മാത്രമേ ഇനിയിപ്പോ എന്തുള്ളൂ, വേറെ എന്തെങ്കിലും അവകാശപ്പെടാനുള്ളൂ. അതിൽ 50 കോടി ഏതാണ്? MLA ഫണ്ടാണ്. അത് എല്ലാ MLA-മാർക്കും കിട്ടുന്നതാണ്. അതിൽ 150 ഹൈമാസ്റ്റ് വെച്ചിട്ട് അതൊക്കെ ഇപ്പൊ ഈ പഞ്ചായത്ത് മെമ്പർമാര് പിന്നാണ് എന്ത് ചെയ്യുന്നത്, ഹൈമാസ്റ്റ് അതൊക്കെ പിന്നെ വികസന നേട്ടം ഒരു MLA പറയേണ്ടതുണ്ടോ? വികസന നേട്ടം തന്നെയാണ്, തർക്കമൊന്നുമില്ല. MLA പറയേണ്ടതുണ്ടോ എന്നുള്ളതല്ല രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ പഞ്ചായത്തുകൾ, ഞാൻ ഇദ്ദേഹം കണക്കൊപ്പിച്ചത് പഞ്ചായത്തുകൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കണക്കിൽ എഴുതിയിട്ടാണ് ഇതിലെത്തുന്നത്. ഈ 520 കോടിയിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നത്. തീർച്ചയായും. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു പ്രഖ്യാപിത നയം അതിന്റെ ആകെ പ്ലാൻ വിഹിതത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്ലാനിലേക്ക് അതിന്റെ 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കൊടുക്കുക എന്നുള്ളത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം, അത് 25, 24, 23% ഒക്കെ ആയിരുന്നു ഈ ഗവൺമെന്റ് വരുമ്പോൾ പടിപടിയായിട്ട് ആ തുക വർദ്ധിപ്പിക്കൽ മാത്രമല്ല, ആകെ പദ്ധതി സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 27% ഇപ്പൊ കൊടുക്കുകയാണ് ഇവിടേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. അത് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള LDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും മികച്ച നടപടികളിൽ ഒന്നാണ്.
അതിന്റെ ഒക്കെ ഗുണം താനാണ് MLA എന്നുള്ളതാണ് എന്ന നിലയിലാണ് ബഹുമാന്യനായ MLA അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തനതായിട്ടൊരു പ്രൊജക്ട് മണ്ഡലത്തിൽ അവതരിപ്പിക്കാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. തീർച്ചയായിട്ടും വികസന കാര്യത്തിൽ ഒരു സവിശേഷമായ താല്പര്യവും പ്രകടിപ്പിക്കാതെ തങ്ങളുടെ രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും MLA ഇവിടെ ഞങ്ങൾക്ക് UDF ഉണ്ടാകുമെന്ന ധാരണയോടുകൂടി പ്രവർത്തിച്ച് അവസാന ഘട്ടത്തിൽ ഈ വികസന നേട്ടങ്ങൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അത് ബോഷ്കായ ഒരു കണക്ക് അവതരിപ്പിക്കുന്നു. അതിന് ഒരു നിലയ്ക്കും അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത വിധമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുന്നു എന്നതാണ് വസ്തുത. ഈ ഏറ്റവും വലിയ അത് ഏത് എതിരാളിയും സമ്മതിക്കുന്ന വസ്തുതയാണ് കേരളത്തിലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടാകുന്ന വികസനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള കാലമാണ് ഇത്. ഇപ്പൊ ഈ കടന്നുപോയ 10 വർഷക്കാലം എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഇല്ലാത്തതാണ്. എതിരാളിക്ക് പോലും ഒരു പൊതുവേദിയിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുമായിരിക്കും. പക്ഷെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്ന ഒരു വേദിയിലും തിരിച്ചു പറയാൻ കഴിയാത്ത നിലയിലുള്ള വസ്തുത ഉണ്ട്, ഒരു പങ്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു പ്രശ്നം ഇത്തരം ഒരു MLA ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് ബേസിക് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന നയങ്ങൾ തുടരുന്നതാണ് കേരളത്തിന് പൊതുവെ ഗുണമായിട്ടുള്ളത്. ഇതിന്റെ ഗുണഫലങ്ങൾ മങ്കടയ്ക്ക് ലഭിക്കണമെങ്കിൽ മങ്കടയിൽ എന്ത് വരണം? ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു MLA കൂടി ഉണ്ടാകുന്നത് മങ്കടയുടെ വികസനത്തിന് വലിയ പിന്തുണ നൽകുന്ന ഒരു സംവിധാനമായി മാറും. ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ഈ മങ്കട മണ്ഡലം പോകുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ നിലപാടുകളോടൊക്കെ കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഒരു ബഹിഷ്കരണം എന്ന നിലയിലാണ് അവരുടെ പാർട്ടിയിൽ നിന്നും തന്നെ ഒരു പ്രസിഡന്റ് മറുചേരിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ കേവലമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. തീർച്ചയായിട്ടും ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിൽ നന്ദി പറഞ്ഞു. നന്ദി. താങ്ക് യു.